ഹലോ എവരിവൺ, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ശരീരം ഒരു മസ്കുലറാക്കി മാറ്റാൻ ഇഷ്ടമല്ലാത്ത മനുഷ്യർ വളരെ കുറവായിരിക്കും. നല്ല തടിയുള്ള ആളുകൾ ചിന്തിക്കും, എങ്ങനെയെങ്കിലും എൻ്റെ തടി ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതിയെന്ന്. തടിയില്ലാത്ത ആളുകളാവട്ടെ എങ്ങനെയെങ്കിലും ഒന്ന് തടിച്ചാൽ മതി എന്നാകും ചിന്തിക്കുക. എന്നാൽ നമ്മൾ മനുഷ്യർ അധികവും മടിയന്മാരാണ്. തടി കുറക്കണം, ബോഡി സെറ്റാക്കണം എന്നൊക്കെ മനസ്സിൽ മാത്രമേ ഇങ്ങനെ ആഗ്രഹിക്കൂ. അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യാനൊക്കെ നമുക്കൊരുപാട് മടിയാണ്. ഇതുകൂടാതെ തടിയുടെ പേരിൽ ബോഡി ഷേമിംഗ് നേരിടേണ്ടി വരുന്ന ഒരുപാട് മനുഷ്യരുമുണ്ട്. എന്നാൽ അതെല്ലാം ഒരു ചാലഞ്ചായി ഏറ്റെടുത്ത് തങ്ങളുടെ തടി കുറച്ച് സിക്സ് പാക്ക് ആക്കിയ ചില മനുഷ്യരുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള 10 മനുഷ്യരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സോ വീഡിയോ നിങ്ങൾ തീർച്ചയായും അവസാനം വരെ കാണുക. കാരണം ഇവർ നിങ്ങളെ മാത്രമല്ല ഏവരെയും അമ്പരപ്പിക്കും. സോ ലെറ്റ്സ് ബിഗിൻ, ഷാൾ വി? നമ്പർ 10, ആര്യ പെർമാന. തടിയുള്ള കുട്ടികളെക്കുറിച്ച് പറയുമ്പോഴും തടിയുള്ള മനുഷ്യരെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ എടുത്തു പറയുന്ന ഒരു കുട്ടിയാണ് ആര്യ പെർമാന. 2012 ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ കുട്ടിയും ആര്യ പെർമാന തന്നെയായിരുന്നു. അവൻ്റെ 11ാം വയസ്സിൽ തന്നെ 423 പൗണ്ടായിരുന്നു അവൻ്റെ ഭാരം. ഇത്രയധികം ഭാരമുള്ളതിനാൽ സ്വന്തം കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനോ നടക്കാൻ പോലും അവന് സാധിച്ചിരുന്നില്ല. എന്നാൽ അവൻ്റെ ജീവിതം പിന്നീട് മാറി മറഞ്ഞു. ഇന്തോനേഷ്യക്കാരനായ ഈ ബാലൻ തടി കുറക്കാൻ ശരീരത്തിൽ ഒട്ടനവധി സർജറിയും ചെയ്തു. അങ്ങനെ 3 വർഷം കൊണ്ടവൻ 220 പൗണ്ട് ഭാരം കുറച്ചു. എന്നാൽ ശരീരത്തിൻ്റെ ഭാരം ഇത്രയും കുറഞ്ഞതിനാൽ സ്കിൻ ഒരുപാട് ബാക്കിയായി. എന്നിരുന്നാലും ഇന്ന് ഈ ബാലൻ സ്കിൻ റിമൂവൽ സർജറിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൂടെ കഴിഞ്ഞാൽ ആൾ സെറ്റായി. നമ്പർ 9, ജോൺ അലേറെ. ശരീരത്തിൽ വളരെയധികം ഡെഡിക്കേഷൻ കൊടുത്ത ഒരാളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഒബേസിറ്റി ബാധിച്ച അധിക മനുഷ്യരും ഗാസ്ട്രിക് ബൈപ്പാസ് സർജറി ചെയ്യാറുണ്ട്. അത് കാരണത്താൽ അവരുടെ ഭാരം കുറയുകയും ചെയ്യും. അങ്ങനെ ജോൺ അലേറെ എന്ന മനുഷ്യൻ ഇത്തരത്തിൽ തൻ്റെ ഭാരം കുറക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു സർജറി ചെയ്യാൻ അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. പകരം അദ്ദേഹം കൃത്യമായ ഡയറ്റും ശക്തമായ വർക്കൗട്ടും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ 310 പൗണ്ട് ഭാരം വരെ അദ്ദേഹം കുറച്ചു. അതായത് 540 പൗണ്ടിൽ നിന്ന് 230 പൗണ്ട് ഭാരം കുറക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ചില്ലറ കാര്യമല്ല. എന്നിരുന്നാലും മനസ്സ് വെച്ചാൽ ഒന്നും തന്നെ അസാധ്യമല്ല എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ ആര്യ പെർമാനയെ പോലെ തന്നെ 13 പൗണ്ടോളം സ്കിൻ അദ്ദേഹത്തിന് ഇപ്പോഴും ബാക്കിയുണ്ട്. നമ്പർ 7, നിക്കി വെബ്സ്റ്റർ. ഇതുവരെ കണ്ടത് നിങ്ങളെ അമ്പരപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരാളാണ് നിക്കി വെബ്സ്റ്റർ. ഒരു കാലത്ത് TV ഷോകളിൽ ഇവർ ഫേമസ് ആയിരുന്നു. 2016 ഇവർ ആദ്യമായി ഒരു ഷോയിൽ പങ്കെടുക്കുന്നത്. അന്ന് അവരുടെ ഭാരം 600 പൗണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. അങ്ങനെ നിരന്തരമായ വർക്കൗട്ടിലൂടെ ഏകദേശം 450 പൗണ്ട് ഭാരം അവർ കുറച്ചു. അതുകൂടാതെ ഗാസ്ട്രിക് ബൈപ്പാസ് സർജറിയും അവർ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും വർഷങ്ങളോളം തന്നെ അലട്ടിയിരുന്ന തടി ഒടുവിൽ അവർ കുറച്ചു. ആദ്യമൊക്കെ ഒരു ജീൻസ് പാൻറ് ഇടാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇന്ന് അതൊന്നും അവർക്കൊരു സീനുമില്ല. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. നമ്പർ 7, മാനുവൽ ഉറീബ്. മെക്സിക്കോയിലെ ഏറ്റവും തടി കൂടിയ വ്യക്തി എന്ന് അറിയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു മാനുവൽ ഉറീബ്. ഒരു സാധാരണ മനുഷ്യന്റെ 6 ഇരട്ടിയായിരുന്നു ഇയാളുടെ ഭാരം. ഇത്രയും തടി കൂടിയതിനാൽ ദിനചര്യകൾ പോലും ചെയ്യാൻ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ കഥ വൈറലായി മാറിയതോടെ മെക്സിക്കോയിലെ ഗവൺമെൻറ് അദ്ദേഹത്തെ സഹായിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു സർട്ടിഫൈഡ് ന്യൂട്രീഷനിൻ്റെ സഹായത്തോടു കൂടി ശക്തമായ ഡയറ്റും വർക്കൗട്ടും അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾക്കുള്ളിൽ തന്നെ 500 പൗണ്ട് വരെ ഭാരം കുറക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈയൊരു ട്രാൻസ്ഫോർമേഷൻ മെഡിക്കൽ ലോകത്ത് തന്നെ ഞെട്ടിച്ചു. എന്നിരുന്നാലും ഇത്രയധികം ഭാരം കുറച്ച ഇദ്ദേഹത്തിനൊടുവിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡും ലഭിച്ചു. നമ്പർ 6, മൈക്ക് ഹെബ്രാങ്കോ. മാനുവൽ ഉറീബിനെ പോലെ ഇൻസ്പയറിംഗ് ആയ മറ്റൊരു മനുഷ്യനാണ് മൈക്ക് ഹെബ്രാങ്കോ. ചരിത്രത്തിൽ തന്നെ ഒരുപാട് ഭാരമുള്ള ഒരു വ്യക്തിയായിരുന്നു മൈക്ക്. മാത്രമല്ല 1980 ന്യൂയോർക്കിലെ ഏറ്റവും ഭാരമുള്ള മനുഷ്യനും ഇദ്ദേഹം തന്നെയായിരുന്നു. എന്നാൽ റിച്ചാർഡ് സൈമൺസ് എന്ന കോച്ചിൻ്റെ സഹായത്തോടു കൂടി മൈക്ക് തൻ്റെ ഭാരം കുറക്കാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ നീണ്ട സ്പെഷ്യൽ വർക്കൗട്ടും ഡയറ്റും മുഖേന ഏകദേശം 700 പൗണ്ട് ഭാരമാണ് മൈക്ക് കുറച്ചത്. ആദ്യം അദ്ദേഹം 898 പൗണ്ട് ഭാരമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം വെറും 198 പൗണ്ട് മാത്രമായി മാറി. പക്ഷേ തടി കുറച്ച ശേഷം പിന്നെ ഒരുപാട് കാലം ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ മൈക്ക് ലോകത്തിനോട് വിട പറഞ്ഞു. നമ്പർ 5, ജോൺ പെട്രോ ഫ്രാങ്കോ. 1300 പൗണ്ടായിരുന്നു ജോൺ പെട്രോ ഫ്രാങ്കോ എന്ന മനുഷ്യന്റെ ഭാരം. ലോകത്തിലെ ഏറ്റവും തടി കൂടിയ 2ാമത്തെ മനുഷ്യനും ഇദ്ദേഹം തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു തടി കാരണം സ്വന്തം ബെഡിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കാൻ പോലും അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അധികകാലം ജീവിക്കില്ല എന്ന് പലരും വിധിയെഴുതി.
എന്നാൽ ഇങ്ങനെ ആയാൽ ശരിയാവില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം തന്റെ തടി കുറക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ 3 വർഷത്തിനുള്ളിൽ 1300 പൗണ്ടിൽ നിന്ന് 728 പൗണ്ടായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ കാര്യമായ മാറ്റം വന്നു. ഇന്ന് അദ്ദേഹത്തിന് സ്വന്തമായി നടക്കാൻ വരെ സാധിക്കുന്നുണ്ട്. ഗാസ്ട്രിക് സർജറി വഴിയാണ് അദ്ദേഹം പെട്ടെന്ന് ഭാരം കുറച്ചത്. എന്നിരുന്നാലും ഇന്ന് 36 വയസ്സുള്ള പെട്രോ വളരെ ഹാപ്പിയാണ്. നമ്പർ 4, റോസാലി ബ്രാഡ്ഫോർഡ്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും തടി കൂടിയ സ്ത്രീ എന്നറിയപ്പെടുന്നത് റോസാലി ബ്രാഡ്ഫോർഡിനെയാണ്. തന്റെ ആദ്യ കുഞ്ഞിന് ജന്മം നൽകിയ ശേഷം റോസാലിയുടെ ഭാരം അനിയന്ത്രിതമായി ഉയരാൻ തുടങ്ങി. അങ്ങനെ നിരന്തരം തടി കൂടിയതിനാൽ അവർക്ക് ബെഡിൽ നിന്ന് പുറത്തിറങ്ങാൻ വരെ സാധിക്കാതെയായി. അങ്ങനെ ഒടുവിൽ 1050 പൗണ്ട് വരെ എത്തി നിന്നു. എന്നാൽ അപ്പോഴാണ് തന്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചത്. അങ്ങനെ ശക്തമായ വർക്കൗട്ടും പ്രോപ്പർ ഡയറ്റും ചെയ്തവർ തന്റെ ഭാരത്തിന്റെ പകുതി കുറച്ചു. ഏകദേശം 767 പൗണ്ട് ഭാരമാണ് അവർ കുറച്ചത്. ഹിസ്റ്ററിയിൽ തന്നെ ഒരു റെക്കോർഡാണിത്. മാത്രമല്ല ഒടുവിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡും അവരെ തേടിയെത്തി. നമ്പർ 3, മെയ്റ റോസാലസ്. ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും തടിയുള്ള സ്ത്രീയായിരുന്നു ടെക്സാസുകാരിയായ മൈറ റോസാലസ്. 1040 പൗണ്ട് തൂക്കമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സാധാരണ അമേരിക്കൻ സ്ത്രീകളെക്കാൾ 5.5 ഇരട്ടി തൂക്കം. വർഷങ്ങൾ ഈ തടി കൊണ്ട് നടന്ന അവർ ഒടുവിൽ അത് കുറക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ നീണ്ട വർഷങ്ങളുടെ പ്രയത്നത്തിൽ ഏകദേശം 800 പൗണ്ട് ഭാരം അവർ കുറച്ചു. 10 സർജറികളും അതിനോടൊപ്പം തന്നെ വർക്കൗട്ടും അവർ പിന്തുടർന്നു. എന്നിരുന്നാലും ഇവരുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ കഥ പല TV ഷോകളിലും വന്നിട്ടുണ്ട്. നമ്പർ 2, ജോൺ ബ്രോവർ മിനോജ്. റെക്കോർഡുകളും ടൈറ്റിലുകളും നോക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരാളാണ് ജോൺ ബ്രോവർ മിനോജ്. അദ്ദേഹം മരിച്ച് 4 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന്റെ അത്ര തടി കുറച്ച ഒരാൾ ഉണ്ടായിട്ടില്ല. 1400 പൗണ്ടായിരുന്നു ഇദ്ദേഹത്തിന് തൂക്കമുണ്ടായിരുന്നത്. എന്നാൽ 2017 ഇദ്ദേഹം മരണമടഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന്റെ 947 പൗണ്ട് കുറച്ച് റെക്കോർഡ് സ്ഥാപിച്ചത് പുറം ലോകം അറിയുന്നത്. എന്നാൽ പിന്നീട് ഭാരം വെറും 430 പൗണ്ട് ആയതിനാൽ അധികകാലം ഈ ഒരു ശരീരം വെച്ച് ജീവിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. 1983 അദ്ദേഹത്തിന് 43 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഈ ഒരു ലോകത്തിനോട് വിട പറഞ്ഞു. നമ്പർ 1, ഹാരിദ് ബിൻ മോഹ്സൻ ഷാരി. 2017 തന്റെ ഭാരം കുറയുന്നതുവരെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഭാരം കൂടിയ മനുഷ്യൻ സൗദി അറേബ്യയിലെ ഈ 29 വയസ്സുകാരനായിരുന്നു. എന്നാൽ പിന്നീട് 2017 ശേഷം സ്പെസിഫിക് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് വഴിയും വർക്കൗട്ട് പ്രോഗ്രാം വഴിയും വെറും 6 മാസം കൊണ്ടവൻ 710 പൗണ്ട് വരെ ഭാരം കുറച്ചു. വെറും 6 മാസം കൊണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതെ, വെറും 6 മാസം കൊണ്ട്. അന്ന് 1070 പൗണ്ട് തൂക്കമുണ്ടായിരുന്ന ഹാലിദ് ഇന്ന് വെറും 180 പൗണ്ട് മാത്രമാണ് ഭാരമുള്ളത്. എന്നിരുന്നാലും ചുരുങ്ങിയ കാലയളവിൽ പെട്ടെന്ന് ഭാരം കുറച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡും അവന് സ്വന്തമായി. അപ്പോൾ ശരീരത്തിന്റെ ഭാരം കുറച്ച് റെക്കോർഡ് നേടിയ ഏതാനും ചില മനുഷ്യരെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, പൗണ്ടും കിലോഗ്രാമും ഒന്നാണോ എന്ന്. എന്നാൽ ഒരിക്കലുമല്ല. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 2.204 പൗണ്ടാണ്. അല്ലെങ്കിൽ 1 പൗണ്ട് എന്ന് പറയുന്നത് 1/2 കിലോക്ക് മാത്രമാണുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൽ നിങ്ങളെ കൂടുതൽ അതിശയിപ്പിച്ചതാര് എന്ന് താഴെ കമന്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള ടോപ്പ് 10 വീഡിയോസ് നിങ്ങൾക്ക് താഴെ റെക്കമെൻഡ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൽ മികച്ച ഒരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.